നമ്മളിപ്പോൾ ജയനഗർ മെട്രോ സ്റ്റേഷനിലെത്തിയിരിക്കുകയാണ്. ഇവിടെ നിന്ന് അടുത്തുള്ള ജയനഗർ 4th ബ്ലോക്ക് ഒരു കൊമേഴ്ഷ്യൽ പ്ലേസാണ്. അവിടെ പോകാമെന്ന് വെച്ചു. ഇവിടെ എൻ്റെ പാർക്കിംഗ് സെൻറ്ററാണ്. സൈക്കിൾ നമുക്ക് റെൻറ്റിന് എടുക്കാൻ വേണമെങ്കിൽ. കണ്ടിട്ട് നല്ല തിരക്കുള്ള സ്ഥലമാണ്. ഏതാണ്ട് 600 മീറ്ററോളം ഉണ്ട് നമ്മുടെ മെട്രോ സ്റ്റേഷനിൽ നിന്ന് 4th ബ്ലോക്ക് എത്താൻ. അതൊരു ഗണപതി ക്ഷേത്രമാണ്. ഇവിടെ ഫുൾ സ്ട്രീറ്റ് ഫുഡിന് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ സ്ഥലമാണ്. എല്ലായിടത്തും അത് തന്നെ സ്ട്രീറ്റ് ഫുഡ്സ്. ഈ റോഡിൽ നോക്കുമ്പോഴും അത് തന്നെ. ബംഗാരപ്പേട്ട് ചായ, മിശ്ര പേദ, ദൂസരി ബീവി, അത് കൊള്ളാലോ. പിന്നെന്താ ഉള്ളത്? ഐസ്ക്രീംസ്, മിശ്ര പേദ, പിന്നെ വരുന്നത് അതൊരു ബാങ്കാണ്. അത് വേറെന്തോ സ്ഥാപനമാണ്. പിസ്സ, ഓഹോ, ലോക്കൽ പിസ്സ ഒക്കെ ഉണ്ടല്ലോ അവിടെ. അതൊരു ഫ്രോസൺ യോഗട്ട് കിട്ടുന്ന സ്ഥലം. കാരണം മറാത്തി കിച്ചൺ. പിന്നെ എന്തോ ഒരു സ്വീറ്റ് ഷോപ്പ് വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ആ ലൈറ്റിങ് കൊടുത്തേക്കണത് സുഖമായില്ല. അതുകൊണ്ട് നമുക്ക് വായിക്കാൻ പറ്റില്ല അതുവരെ ഒന്നും. പിന്നെ അങ്ങോട്ട് പോയാൽ ടീ വില്ല കഫേ ഉണ്ട്. അതിൻ്റെ ഇടയ്ക്കൊരു ധാബ ഉണ്ട്. ഫുൾ ഇതാണല്ലോ, ഫുഡ് സ്റ്റാളുകൾ മാത്രമേ ഉള്ളൂ ഈ റോഡിൽ. ടീ വില്ല കഫേ. അവിടെ ഒരു ഐസ്ക്രീം ആൻഡ് മോർ എന്ന് പറഞ്ഞാൽ 100% വെജ്. ഒന്ന് കയറി നോക്കിയാലോ. നമ്മളിതിൽ ബട്ടർ സ്കോച്ച് 2 സ്കൂപ്പ് ഓർഡർ ചെയ്തു. കത്തിയാണ്. 80 രൂപയാണ് ഒരു സ്കൂപ്പിന്. ഈ രൂപയ്ക്ക് നമുക്ക് അടിപൊളി ഐസ്ക്രീം നമുക്ക് രാജധാനി കിട്ടും, തൃപ്പൂണിത്തുറ. അങ്ങനെ രാത്രിയായി. രാത്രിയായപ്പോൾ നമ്മൾ എവിടെയെങ്ങാണ്ട് നടന്ന് കറങ്ങുന്നു. നക്പാൽസ് എന്താണ് സംഭവം? പിന്നെ അവിടെ എന്താ മിക്സർ ഒരു കിലോയ്ക്ക് 250 രൂപ. വേണം. ഇവിടെ നൈവേദ്യം, ജാഗറിറ്റ്, കെരിയാസ് ഫൺ ഫുഡ്, ചായ് ക്രാഫ്റ്റ്. അല്ല, അവിടെ തന്നെ പോയി നോക്കാം എന്തൊക്കെയാണ് ഉള്ളതെന്ന്. ബോംബെ ചൗപ്പട്ടി, നൈവേദ്യം പറഞ്ഞതല്ലേ, ശ്യാംജീസ് ചോലെ ഭട്ടൂര, വാരണാസി കഫേ. പിന്നെ അവിടെ ഒരു ജ്യൂസ് സെൻറ്റർ കാണാം, ശ്യാം മിശ്ര ജ്യൂസ് സെൻറ്റർ. അപ്പുറത്തൊരു പേസ്ട്രീസ്. സ്കൂസോ. ഞാനൊരു വെജ് സാൻഡ്വിച്ച് ഓർഡർ ചെയ്തു. എവിടെയാണ് ഞാനത് കണ്ടത്? അവിടെ ഉണ്ടാവും. പിന്നെ ഒരു മൊജിറ്റോ സാൻഡ്വിച്ച് വന്നു. ഇനി മൊജിറ്റോയും കൂടി വരാനുണ്ട്. തിന്ന് നോക്കിയിട്ട് പറയാം എങ്ങനെ ഉണ്ടെന്ന്. പുനീത് രാജ്കുമാറിൻ്റെ ഒരു പടം അപ്പു. തിരിച്ച് നമ്മൾ ജയനഗർ മെട്രോ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. ഇവിടുന്ന് മെട്രോ പിടിച്ച് നമുക്ക് കെമ്പഗൌഡ മെട്രോ സ്റ്റേഷനിലേക്ക് പോകാം. മജസ്റ്റിക് അണ്ടർപാസാണ്. അവിടെ ചെറിയൊരു മാർക്കറ്റ് ഉണ്ട്. രണ്ട് സൈഡിലും ചെരുപ്പുകൾ,
അതുപോലെ തന്നെ അലങ്കാര വസ്തു, കമ്മൽ, ചീപ്പ്, അങ്ങനത്തെ എല്ലാ തരികട സാധനങ്ങളും ഇവിടെ കിട്ടും. നമ്മൾ മാജസ്റ്റിക്കിൽ നിന്ന് ബസ് സ്റ്റാൻഡിൽ നിന്ന് റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള അണ്ടർപാസ്സാണിത്. അതാണ് ഈ കണ്ട സാധനങ്ങളൊക്കെ മുഴുവൻ ഉള്ളത്. റെയിൽവേ സ്റ്റേഷൻ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, ആരോയും കൊടുത്തിട്ടുണ്ട്. ചിലവർക്ക് അടച്ച് പോയി, സന്ധ്യ ആയല്ലോ. പക്ഷേ രണ്ട് സൈഡിലും കച്ചവടങ്ങൾ തകൃതിയായിട്ട് നടക്കുന്നുണ്ട്. ബാഗുണ്ട്, ബെൽറ്റ് ഉണ്ട്. ഒരു ബെൽറ്റ് മേടിച്ചേക്കാം. അപ്പോൾ ഒരു ബെൽറ്റ് വാങ്ങിച്ചു, 150 രൂപ അവർ പറഞ്ഞത്. ഹോളിട്ട് വരെയാണ്. വീണ്ടും നടപ്പ് തുടങ്ങി. നമ്മളിങ്ങനെ പോയി നമ്മൾ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തെത്തും. അവിടെ നിന്ന് തിരിച്ച് ഇതുവഴി അല്ലെങ്കിൽ റോട്ടിൽ കൂടെ നടന്നു പോകാം. ബാഗുകളൊക്കെ ഉണ്ട്, ഫോൺ കേസ്, പവർ ബാങ്കൊക്കെ വിൽക്കുന്നുണ്ട്. വിശ്വസിക്കാമോ എന്നറിയില്ല. വീട്ടിലെത്തുമ്പോഴത്തേക്കും എന്താവോ എന്തോന്നറിയില്ല. ആൾക്കാർ അതുവഴി അങ്ങോട്ട് പോകുന്നുണ്ടല്ലോ. ഇതാണ് റെയിൽവേ സ്റ്റേഷൻ, അതാണോ റെയിൽവേ സ്റ്റേഷൻ? എന്തായാലും ഇതുവഴി ഒന്ന് കയറി നോക്കാം. ഓ, അങ്ങനെ ആ ചെറിയൊരു മാർക്കറ്റ് കേട്ടോ. പിന്നെ മറ്റ് പ്രശ്നങ്ങളൊക്കെ ഉള്ളതാണ് ഈ അണ്ടർപാസിലുള്ള ഈ മാർക്കറ്റ്. അത്ര വെടിപ്പല്ല. ഇതിപ്പോൾ നമ്മൾ എവിടെ നിന്നാണ് എത്തിയതാവോ? ഓ, റെയിൽവേ സ്റ്റേഷൻ്റെ ഗേറ്റിൻ്റെ അടുത്ത് തന്നെ എത്തിയത്. അങ്ങോട്ടാണ് റെയിൽവേ സ്റ്റേഷൻ. പാവന ഫാമിലി റെസ്റ്റോറൻറ്റ്. ഇവിടെ എന്താ ക്ഷേത്രമോ? ആരെ നോക്കിയാൽ തൊഴണ പുള്ളി. അത് റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള വഴി. അന്ന് ദൂരെ റെയിൽവേ സ്റ്റേഷൻ കാണാം. നമ്മൾ നാളെ കഴിഞ്ഞ് പോകുന്നത് അവിടെ നിന്നാണ്. ഈ ഒരു വഴിയിലും ഉണ്ട് കുറച്ച് കടകളൊക്കെ. ഡ്രസ്സുകളൊക്കെ വിൽക്കുന്നുണ്ട്, ബാഗ്, ഇലക്ട്രോണിക് സാധനങ്ങൾ, അങ്ങനെ പലതും വിൽക്കുന്നുണ്ട് ഇവിടെയൊക്കെ. ഇവിടെ ഒരു വൈൻ ഷോപ്പുണ്ട്, അതിൻ്റെ തിരക്കാണ് എൻ്റെ വലതുവശത്ത് കാണുന്നത്. നാളെ നമ്മൾക്ക് കറങ്ങേണ്ട സ്ഥലം നമ്മുടെ ഹോട്ടലിൻ്റെ അടുത്തുള്ള ചിക്പേട്ട്. ആദ്യം തന്നെ നമ്മൾ ഈ ഹോട്ടലിൽ നിന്ന് ചെക്കൗട്ട് ചെയ്തിട്ട് മറ്റേ ഹോട്ടലിൽ പോയി താമസിക്കണം, ചെക്ക് ഇൻ ചെയ്യണം. എന്നിട്ട് നമ്മൾ ചിക്പേട്ട്, SP റോഡ്, KR മാർക്കറ്റ്, പിന്നെന്താ അവന്യൂ റോഡ്, പിന്നെ പറ്റുമെങ്കിൽ BB പുരം പോകണം. അവിടെ സ്ട്രീറ്റ് ഫുഡിൻ്റെ ഒരു ഏരിയ ഉണ്ട്, അവിടെ പോകണം. ഒത്തിരി സ്ട്രീറ്റ് ഷോപ്പുകളുണ്ട്. അതായത് ഈ ഡ്രസ്സിൻ്റെ, നമ്മൾ ബ്രോഡ്വേയിൽ കണ്ട പോലെ ഡ്രസ്സിൻ്റെ ഭയങ്കരമായിട്ടുള്ള സ്ട്രീറ്റ് ഷോപ്പുകളുണ്ട് ഇവിടെയൊക്കെ. ഇതാ നമ്മുടെ മെട്രോ സ്റ്റേഷൻ, പ്രധാനപ്പെട്ട സെൻട്രൽ മെട്രോ സ്റ്റേഷൻ. ആ മെട്രോ സ്റ്റേഷൻ്റെ അടുത്ത് തന്നെ താമസിക്കാമെന്ന് വെച്ചത് കാരണം ഇവിടെ വരാതെ ഒരു ട്രെയിൻ പോലും മെട്രോയിൽ പോവില്ല. പർപ്പിൾ ലൈൻ, ഗ്രീൻ ലൈൻ, അങ്ങനെ പല പല ലൈൻ ഉണ്ടല്ലോ. സൗണ്ട് കേട്ടോ, അത് അയ്യപ്പ ക്ഷേത്രമുണ്ട് അവിടെ, ദീപാരാധന ആയിരിക്കണം. വണ്ടിക്കാരൻ ഞാൻ വിചാരിച്ചു എൻ്റെ അടുത്തേക്കായിരിക്കും. ഇതൊക്കെ ലോങ് പോകേണ്ട ബസ്സുകളാണ് ഇതൊക്കെ. നമ്മുടെ സ്വന്തം അയ്യപ്പ ക്ഷേത്രം. അതാണ് SNT കംഫർട്ട്സ്. അങ്ങ് ദൂരെ റെഡ് കണ്ടില്ലേ, അവിടെയാണ് നാളെ നമുക്ക് താമസിക്കേണ്ടത്. മുകളിൽ ഹോട്ടൽ കെങ്കേരി ഗേറ്റ് വേ ഇൻ ഡീലക്സ് റൂംസ്. അപ്പുറത്തൊരു ഉടുപ്പി ഹോട്ടലുണ്ട്, നമ്മളത് ട്രൈ ചെയ്തില്ല. വണ്ടികളൊക്കെ ഹോൺ അടിച്ച് നമ്മളെ വിറപ്പിക്കുന്നത് കണ്ടോ? നല്ല കാറ്റ് വീശുണ്ടല്ലോ. അവിടെ എന്താ ഒരു മേളം കേൾക്കണേ.
പൊട്ട് മാത്രമേ കേൾക്കേണ്ടത്, എവിടെ നിന്നോ കേൾക്കണേ ആവോ. ഇത്രയും തണ്ണിമത്തന് 30 രൂപയാണ്. പക്ഷേ ഞാൻ പറയുന്നതിന് മുമ്പ് അവർ ആ ഉപ്പും മുളകും ഇട്ടു. എനിക്ക് ഫ്രഷായിട്ട് കഴിക്കണ ഇഷ്ടം. ഡിന്നർ കഴിക്കാൻ വന്നത് എം സ്റ്റാർ. സ്വിഗ്ഗി സൊമാറ്റോ ഒക്കെ ഉണ്ടല്ലോ, റൂമിലിരുന്ന് ഓർഡർ ചെയ്താൽ മതിയായിരുന്നു. ഇവിടെ വന്നിട്ട് ഇപ്പോഴാണ് നോൺ വെജ് ഫുഡ് കഴിക്കുന്നത്. ചിക്കൻ ബിരിയാണി, ലെമൺ സോഡയും. റെസ്റ്റോറൻറ്റ് പേരെന്തായിരുന്നു? എം സ്റ്റാർ. ബിരിയാണി കുഴപ്പമില്ല. 160 രൂപയാണ് ബിരിയാണിക്ക്. പിന്നെ ലെമൺ സോഡ 40 രൂപ. എന്താ പുതിയ തിരക്കൊന്നും കാണുന്നില്ല. അങ്ങ് അവിടെ കാണുന്ന ദർഗയുടെ മുൻപിലുള്ള കുറേ സ്വീറ്റ് ഷോപ്സാണ്. മുമ്പൊരിക്കൽ വാങ്ങിച്ചിട്ടുണ്ട്. കുഴപ്പമില്ലെന്ന് പറയാം. അത്ര ഭയങ്കര ഗംഭീരമൊന്നുമല്ല. ദർഗ ഭയങ്കര ഫേമസാണ്. അജ്മീർ ദർഗ പോലെ ഇവിടുത്തെ ഈ ദർഗ. പക്ഷേ നമ്മുടെ കേരള മുസ്ലിംസിൻ്റെ ദർഗകളോട് അത്ര താല്പര്യമില്ല. കാരണം വിഗ്രഹാരാധന പോലുള്ള പരിപാടികൾക്ക് അവർ നിൽക്കില്ലല്ലോ. ദർഗയെ ആരാധിക്കുക എന്ന് പറഞ്ഞാൽ അത് അവരുടെ പോളിസിക്കെതിരാണ്. പെരുന്നാളിനോടനുബന്ധിച്ചുള്ള അലങ്കാരമായിരിക്കാം, അല്ലെങ്കിൽ സ്ഥിരമുള്ള അലങ്കാരമായിരിക്കാം. ഒരു തവക്കൽ ഫാമിലി റെസ്റ്റോറൻ്റ് ഉണ്ട്, അവിടെ സ്വീറ്റ് ഷോപ്സ്. ഈ ഭാഗത്തൊക്കെ നല്ല തിരക്കുണ്ട്. ഇപ്പോഴും ദർഗയുടെ അകത്ത് ആൾക്കാർ, വിസിറ്റേഴ്സ് ഉണ്ട്. അവിടെ പ്രാർത്ഥനയൊക്കെ ആയിട്ട് അകത്ത് കയറുന്നതാണ് അവർ. ഇന്നത്തെ കറക്കം കഴിഞ്ഞ് നമുക്ക് റൂമിൽ പോയി കിടന്നുറങ്ങാം. നാളെ നമുക്ക് ഈ റൂമിൽ നിന്ന് ചെക്ക് ഔട്ട് ചെയ്ത് തൊട്ടടുത്തുള്ള ഹോട്ടലിൽ പോയി ചെക്ക് ഇൻ ചെയ്ത് ബാക്കി കറക്കം ഇറങ്ങാം.